പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചൊല്ലിപ്പെടുമാറാകട്ടെ. ആമേൻ. അഭിവന്യ തിരുമേനി, തൽമീദുൻ ബാറക്കുമോർ, പ്രിയപ്പെട്ട ആയഷൻ, ഈ കൂട്ടായ്മയിലേക്ക് കൂടിയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെ, വളരെ പരിശുദ്ധ അനുഗ്രഹപ്രദമായ സ്ത്രീയന്മാരുടെ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിനോട് ഇവർക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം. കേൾക്കുന്നുണ്ടോ? ഇച്ചിരിയുടെ വോളിയം കിട്ടിയാൽ നല്ലായിരുന്നു. ഇച്ചിരിയുടെ ഫോൺ അടുത്ത് വെച്ച്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഇത് എന്റെ മാക്സിമം എന്റെ വായോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് സഹകരിക്കുക. ഞാനിപ്പോ വാട്സപ്പിലൂടെ ആണ് സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ ഫോൺ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മാക്സിമം പതുക്കെ പറയാം. 20 മിനിറ്റിനുള്ളിൽ തീർക്കുകയും വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കർത്താവിനോട് ഈ ശിഷ്യന്മാർക്കുള്ള സ്നേഹത്തിന്റെ ആഴം നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കേണ്ടതാണ്. ജീവനെ വെടിയുകയാണ്. ഒരുവൻ തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ വെടിയുന്നതിനേക്കാൾ വലിയ സ്നേഹം വേറൊന്നുമില്ല എന്ന് പഠിപ്പിച്ച ഗുരുനാഥന്റെ മാതൃക വെച്ചേച്ചു പോയത് അതേപടി പിന്തുടരുന്ന സ്ത്രീയന്മാരുടെ യോർമ്മ ദിവസത്തിൽ അവരുടെ ആ സ്നേഹബന്ധത്തിന്റെ ആഴം പൗലോസ്ലീഹ വിളിച്ചു പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാകേണ്ടതാണ്. അതുപോലെ കർത്താവിനോടൊരു സ്നേഹവും. എല്ലാം ഉപേക്ഷിച്ച് ചവറ് നിന്നും തക്കവണ്ണം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തുവിൽ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് നമ്മളെ ലഭിക്കുന്ന ഒരു പൗലോസ്ലീഹ എന്നിട്ട് പറയാണ്, അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാൻ എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നത് തന്നെ കൊടുക്കുന്ന നീതി ലഭിച്ച അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തെ അവന്റെ കഷ്ടാനുഭവ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവർ നിന്നുന്ന പൗലോസ്ലീഹായുടെ നാമത്തിലുള്ള ഈ പരിശുദ്ധ നോമ്പിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. ഒരു വാക്ക് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുത്തുകയാണ്. ദൈവവചനത്തിലെ 1 കൊരിന്ത്യർ 10-1 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോടെ ചേർന്നു. ഇത് വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഈ സംഭവം എന്താണെന്ന് നമ്മുടെ മനസ്സിൽ കൂടി പെട്ടെന്ന് ഓർമ്മ വരും. മേഘത്തിലൂടെയുള്ള സ്നാനം, അതുപോലെ തന്നെ സമുദ്രത്തിലൂടെയുള്ള സ്നാനം. ചെങ്കടൽ വിഭാഗിച്ച് മോശ ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോൾ സമുദ്രത്തിലൂടെ ഒരു സ്നാനം, മേഘം അവരുടെ മേൽ ആശ്രയിച്ചപ്പോൾ മേഘത്തിൽ കൂടെ ഒരു സ്നാനം. എന്നിട്ട് ഈ സ്നാനം ഏറ്റവർ, അതായത് പഴയ നിയമത്തിലെ ഈ ദൈവമക്കൾ ആരോടാണ് ചേർന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ മോശയോട് ചേർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് എക്കോ കേൾക്കുന്നു ഇങ്ങോട്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ഈ സ്നാനം പുതിയ നിയമത്തിലെ കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ മാമോദീസയുടെ മുൻകറിയാണ്. അപ്പോൾ ഈ മേഘവും ഈ സമുദ്രവും ആത്മാവിന്റെയും വെള്ളത്തിന്റെയും അടയാളങ്ങളും കൂടെയാണ്. അതായത് ഈ സമുദ്രവും ഈ മേഘവും വെള്ളവും ആത്മാവുമാണ്. വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റ് ഒരുവൻ എങ്ങോട്ടാണ് ചേരുന്നത്? മോശയോടല്ല ചേരുന്നത്, കർത്താവ് യേശുവിനോടാണ് ചേരുന്നത്. അതാണ് പഴയ നിയമത്തിലെ ഈ സ്നാനവും പുതിയ നിയമത്തിലെ ഈ സ്നാനവും വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്രേമിന്റെ അനുതാപത്തിന്റെ പ്രാർത്ഥനയല്ലേ? നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ ദർശനത്തിന്റെ, പ്രത്യേകിച്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് ദർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അനുതാപപരമായ ജീവിതമാണ്. അനുതാപപൂർണമായ ജീവിതം ദൈവവചനത്തിലും വിശുദ്ധ കുർബാനയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആധാരമാക്കിയിട്ടുള്ള അനുതാപപൂർണമായ ജീവിതത്തിനെയാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഇങ്ങനെ എപ്പോഴും പറയാറുള്ള
കാര്യമുണ്ട്. ഓർത്തഡോക്സ് എന്ന് പറയുന്ന സഭ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മാത്രമേ അതിനെ പലപ്പോഴും കാണാറുള്ളൂ. എന്ന് പറഞ്ഞാല് ഇതൊരു ഓർഗനൈസേഷൻ അല്ല. അങ്ങനെ മാത്രമല്ല, ആദ്യം നമ്മള് സഭ എന്ന് കേൾക്കുമ്പോൾ കർത്താവിന്റെ ശരീരമായ ഈ സഭ എന്ന് പറയുന്നത് ഇത് ഓർഗാനിക് സെൻസേഷൻ ആണ് എന്ന് പറയേണ്ടി വരും. എന്നല്ല, അങ്ങനെയാണ്. എന്താണ് ഓർഗാനിക് സെൻസേഷൻ? ആരുമായിട്ട് ഓർഗാനിക് സെൻസേഷൻ? ഓർഗാനിക് മീൻസ് സംതിങ് വിച്ച് ഇസ് ലൈവ്ലി. സെൻസേഷൻ മീൻസ് ഇറ്റ്സ് ഓൾവേസ് സെൻസിബിൾ വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. We have a sensation with Lord Jesus Christ every moment, 24/7. ഈ മൊമെന്റിൽ നമ്മൾ കണക്റ്റഡ് ആണ്. ഈ കണക്ഷനിലാണ് നമുക്ക് ഈ അനുതാപം വരുന്നത്, അല്ലെങ്കിൽ വരത്തില്ല. അതുകൊണ്ടാണ് അത് അനുതാപപൂർണമായ ഒരു ജീവിതമാണ് ഓർത്തഡോക്സി പറയുന്നത്. ഇത് ഓർഗാനിക് സെൻസേഷൻ ആണ്. ഈ ഓർഗാനിക് സെൻസേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് വന്നു ചേരുന്നതാണ് ഓർഗനൈസേഷൻ. അപ്പൊ അതിലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ മേലധികാരികളും പിന്നെ അതുപോലെയുള്ള ക്രമീകരണങ്ങൾ, ഹയറാർക്കിക്കൽ ഓർഡർ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? സഭ ക്രിസ്തുവിന്റെ ശരീരത്തിന് ഒരു ഓർഗാനിക് സെൻസേഷൻ, ഒരു ലൈവ്ലി സെൻസേഷൻ വിത്ത് ദ ലിവിംഗ് ലോർഡ്. ഇതാണ് ഫസ്റ്റ്. അതിന്റെ താഴെ ഈ ഓർഗനൈസേഷൻ വരുന്നു. അപ്പോൾ ഇതൊരു കർത്താവിന്റെ ലൈവ്ലി സഭയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഓർഗാനിക് സെൻസേഷൻ ഉള്ള ഈ സഭയ്ക്ക് ഓർത്തഡോക്സി എന്ന പേര് പറയുന്നതിന്റെ കാരണം ഇത് ഇമിറ്റേഷൻ ഓഫ് ലോർഡ് ജീസസ്, ലൈഫ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അതിന് ഒരു അനുതാപപൂർണമായ ജീവിതം എപ്പോഴും വേണം. ഈ അനുതാപപൂർണമായ ജീവിതത്തിന് നമ്മളെ ഈ വെള്ളത്തിൽ കൂടിയും ആത്മാവിൽ കൂടിയുമുള്ള സ്നാനം എങ്ങനെയാണ് നമ്മളെ അതിനായിട്ട് ഒരുക്കുന്നതെന്നാണ് ഒരു ചെറിയ സമയത്തുള്ളിൽ നമ്മളൊന്ന് കർത്താവിൽ ശരണപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതായത് പുതിയ നിയമത്തിൽ സമുദ്രവും പഴയ നിയമത്തിലുള്ള ഈ സമുദ്രവും ഈ മേഘവും പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ വെള്ളവും ആത്മാവുമാണ്. ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും സ്നാനം ഏൽക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റവൻ വന്നു ചേരുന്നത് ആരോടാണ്? സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റവർ വന്നു ചേർന്നത് മോശയോടാണ്. അവർ മോശയോട് ചേർന്നതാണ് പറയുന്നത്. ഇവിടെ മോശയെക്കാളിൽ വലിയ, മോശ തന്നെ പ്രവചിച്ചിട്ടുള്ള ആ പ്രവാചകൻ അല്ലെ, മോശ പറഞ്ഞിട്ടുണ്ട് എന്നേക്കാൾ വലിയൊരു പ്രവാചകൻ വരും. അത് കർത്താവിനെ കുറിച്ചാണ്. ആവർത്തന പുസ്തകത്തിൽ 25 കാര്യം. എന്നേക്കാളിൽ വലിയൊരു പ്രവാചകൻ വരും, അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ വായിൽ നിന്നുള്ള വചനം നിങ്ങൾ കേൾക്കണം. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും, തീ കൊണ്ടുള്ളതും വെള്ളത്താലുള്ളതുമായ സ്നാനം ഏൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചേരുന്നത് മോശയോടല്ല, കർത്താവിനോടാണ്. മോശയോട് ചേരുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തോട് ബന്ധിതമായിരിക്കും അർത്ഥം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് അനുതാപത്തിന്റെ ഒരു ക്രമീകരണം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും തമ്മിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ ഇസ്രായേൽ മക്കൾ ചെന്നു ചേർന്നത് ന്യായപ്രമാണബന്ധിതമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്. അവിടെ തെറ്റ് ചെയ്യുമ്പോൾ അനുതാപമുണ്ട്. പക്ഷേ ആ അനുതാപത്തിന്റെ ഒരു പോരായ്മയും പുതിയ നിയമത്തിന്റെ അനുതാപത്തിന്റെ ശ്രേഷ്ഠതയും നമ്മൾ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ എന്താണ് പറഞ്ഞത്? അതായത് പഴയ നിയമത്തിൽ അനുദപിക്കുന്ന ഒരു പാപിയും പുതിയ നിയമത്തിൽ അനുദപിക്കുന്ന ഒരു പാപിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമ കാൽവരി യാഗത്തിന്റെ യോഗ്യതയിൽ ധന്യനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പഴയ നിയമത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. തെറ്റ് ചെയ്തവൻ എന്ത് ചെയ്യണം? പരിഹാരം കണ്ടെത്തണം. അവന് കുറ്റവിമോചകനാണെങ്കിൽ അവൻ പരിഹാരം കണ്ടെത്തണം. ന്യായപ്രമാണ പ്രകാരമായുള്ള വിധി തീർപ്പുകൾ അവൻ ഏറ്റെടുത്ത് അവൻ അത് തന്റെ ശരീരത്തിൽ നിർവഹിക്കണം. ശരീരം കൊണ്ട് അവൻ ബന്ധപ്പെട്ട് അവൻ ആ അനുഷ്ഠാനം നിർവഹിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അവന് ആ പരിഹാരം കിട്ടിയേക്കും എന്നുള്ളതാണ് പഴയ നിയമം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ദൈവം അവന്റെ പിറകെ പോകില്ല. അവനത് പരിഹാരം അവൻ തന്നെ കണ്ടെത്തണം. കോലാടോ കുഞ്ഞാടോ കുറുപ്രാവോ പശുവോ കാളയോ ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കുട്ടികളുടെയോ പിന്നെ പശുഭസ്മമോ ഇങ്ങനെ ജഡീക ശുദ്ധി വരുത്തുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവൻ തന്നെ അവന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് പരിഹാരം അർപ്പിക്കണം. ചിലപ്പോൾ എന്ത് കിട്ടിയേക്കും? പാവമോനം കിട്ടിയേക്കും. അതുകൊണ്ട് ആ അനുതാപം ആരുടെ എഫർട്ടിലാണ് നടക്കുന്നത്?
അവന്റെ ആ പാപം ചെയ്തവന്റെ എഫക്റ്റിലാണ് നടക്കുന്നത്. പുരോഹിതന് പോലും അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുതാപം സ്വയമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു മുദ്ര അവൻ ഏറ്റെടുത്തിരിക്കുന്നത് അവന്റെ ജഡത്തിലുള്ള പരിച്ഛേദനയിലാണ്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, മനസ്സിലാക്കില്ല, ഇങ്ങനെയുണ്ട്. അടുത്ത കാര്യം വരുമ്പോൾ ഇത് മനസ്സിലാക്കും. അതായത് ഇതിനൊരു അടയാളമുണ്ട്. അതായത് ഈ പ്രക്രിയകളെല്ലാം ചെയ്യുവാനുള്ള അവകാശവും യോഗ്യതയും കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവകാശവും യോഗ്യതയും കിട്ടിയിരിക്കുന്നത് പരിച്ഛേദന എന്നുള്ള ഇതിലൂടെയാണ്. ഈ ജഡത്തിന്റെ അടയാളമാണ്, ജഡത്തിലുള്ള ഒരടയാളമാണ്. ഇത്തരം കാര്യങ്ങൾ പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, ഈ സമുദ്രവും ഈ മേഘവും വെള്ളവും ആത്മാവുമാണ് പുതിയ നിയമത്തിൽ. തീ കൊണ്ടുള്ള സ്നാനം, വെള്ളത്താലുള്ള സ്നാനം, വെള്ളത്താലും ആത്മാവിനാലുള്ള സ്നാനം. ഈ സ്നാനം ഏറ്റവൻ ആരോടാണ് ചെയ്യുന്നത്? കർത്താവായ യേശുവിനോടാണ് ചെയ്യുന്നത്. മാമോദീസയിൽ കർത്താവായ യേശുവിനോടുകൂടി മരിച്ച് അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പരിശുദ്ധ മാമോദീസയിൽ സംഭവിക്കുന്നതാണ്. പിന്നെ ആത്മാവിലുള്ള മുഴുവൻ അഭിഷേകമുള്ള സ്നാനവും പിന്നെ പെന്തക്കോസ്തിയുടെ അനുഭവം എല്ലാം കൊണ്ടും പരിശുദ്ധാത്മാവിനൊരു തീയുടെ സ്നാനവും നമുക്കുണ്ട്. അപ്പോൾ ഈ സ്നാനം ഏറ്റവരായ പുതിയ ഇസ്രായേലാകുന്ന നമ്മൾ ചേർന്നിരിക്കുന്നത് ന്യായപ്രമാണത്തോടല്ല, അഥവാ മോശയോടല്ല, പിന്നെ ആരോടാണ്? കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ ജയിച്ചവനോടാണ്. ന്യായപ്രമാണം സ്വന്തം ശരീരത്തിൽ പൂർത്തീകരിച്ച് കാൽവറിയിൽ ന്യായപ്രമാണത്തെ തറച്ച് വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ച് കളഞ്ഞ് ഒരേ മനുഷ്യനായി തന്നിൽ പുതുതായി സൃഷ്ടിച്ച കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. അപ്പോൾ അവിടെയുള്ള ഒരു മുദ്രയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പരിച്ഛേദന എന്ന് പറഞ്ഞ മുദ്രയുടെ കാര്യം പറഞ്ഞത്. ഇവിടെ പുതിയ നിയമത്തിലൊരു മുദ്രയുണ്ട്. ആ മുദ്രയുടെ പേരാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അപ്പൊ ഇവിടെയാണ് പുതിയ നിയമത്തിലെ അനുതാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിലെ അനുതാപത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞിരുന്നത്? പഴയ നിയമത്തിൽ ഒരുവനൊരു തെറ്റ് ചെയ്താൽ അവൻ അനുദപിക്കുകയാണെങ്കിൽ അതിന്റെ പരിഹാരം അവൻ തന്നെ കണ്ടെത്തി അവനത് പൂർത്തീകരിച്ചാൽ ചിലപ്പോൾ അവന് പരിഹാരം കിട്ടിയേക്കും, അല്ലെ പാവമോനും കിട്ടിയേക്കും. അങ്ങനെയാണ് എല്ലാത്തിനും പരിഹാരം അവരവർ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ആത്മാവിന്റെ മുദ്രയുള്ളവൻ, അതായത് പരിശുദ്ധ മാമോദീസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവൻ, അവന് അതിൽ തന്നെ, ഇത് ശ്രദ്ധിച്ചു കേൾക്കുക, അതിൽ തന്നെ അനുതാപം എന്ന നൽവരത്തോടു കൂടിയാണ് നമ്മളെ ആ മുദ്ര ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അനുതാപം എന്ന് പറയുന്നത് ഒരു നൽവരമാണ്, അന്വൽവരം. അതുകൊണ്ട് നമ്മള് പൗരസ്ത്യ ദർശനത്തിലുള്ള എല്ലാ വിശ്വാസിയും അത് ടോപ്പ്, ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം, everyone has to go through this beautiful, I may say sacrament itself, that is repentance. അത് എല്ലാ ദിവസവും ഉണ്ടാകേണ്ടതാണ്. ഇത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു നൽവരമാണ്. എഫേസ്യർ 1:3 വചനമുണ്ട്. അത് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അതായത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെട്ടവൻ. അതായത് സ്വർഗത്തിലെ സകല എല്ലാ ആത്മീയ വരങ്ങളാലും നിറച്ചിട്ടുണ്ട്. പക്ഷെ മാമോദീസയിൽ അത് കിട്ടിയത് നമ്മൾ വളർന്നു വന്നപ്പോഴത്തേക്ക് നമ്മളിൽ പലതും പോയി. അതുപോലെ തന്നെ ഒരു വചനമാണ് 1 കൊരിന്ത്യർ 1:6 അതിപ്രകാരമാണ്, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നാണ്. അതായത് പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം പരിശുദ്ധ മാമോദീസയിൽ കൂടി നമ്മുടെ ആത്മാവിൽ മുദ്ര പതിപ്പിച്ചിരിക്കുന്നതിനാൽ നമ്മൾ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. അതിൽ വൺ ഓഫ് ദ ബ്ലെസ്സിങ്സ് ആണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അത് അതിൽ തന്നെ ഉണ്ട്, അതിൽ തന്നെ റിപ്പന്റൻസ് ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ട ഒരുവൻ പാപം ചെയ്ത് ദൈവസനത്തിൽ അകന്നു പോയാൽ ദൈവം, കർത്താവ് അവന്റെ പിറകെ വരും. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും
നമുക്ക് അവകാശപ്പെട്ടതല്ല, ഈ കർത്താവിന് അവകാശപ്പെട്ടതാണ്. അത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ആ വചനമുണ്ട്. അതായത് 19-ാം വാക്യത്തിലാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. അപ്പൊ നമ്മൾ നമുക്കുള്ളവരല്ല, ആർക്കുള്ളതാണ്? കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് അനുതാപത്തിനായിട്ട് പ്രേരിപ്പിക്കും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിനെ അവഗണിക്കരുത്. നമുക്ക് പറ്റുന്ന ഒരു വലിയ പരാജയം അതാണ്. അനുതാപത്തിന്റെ അവസരങ്ങൾ ദൈവം തരുമ്പോൾ നമ്മളിത് അവഗണിച്ചു കളയും. നമ്മളിപ്പോ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, കുമ്പസാരിപ്പിക്കാനൊക്കെ വരുമ്പോ നമ്മൾ ഈ കുമ്പസാരത്തെയൊക്കെ ഒരു ചടങ്ങായിട്ട് മാറ്റുന്നത് വലിയ അധപ്പതനമാണ്. നമുക്ക് ആണ്ടിലൊരിക്കലേ കുമ്പസാരിക്കാൻ തോന്നുന്നുള്ളൂ. കുമ്പസാരിക്കേണ്ട ആവശ്യകത ഇല്ലാതെ പഠിപ്പിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റും ഇൻഫർമേഷൻസും നറേഷൻസും നമ്മുടെ ബ്രെയിനിൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറുവാനുള്ള സാധ്യതയുണ്ട്. ചിലര് ഇങ്ങനെ ഒരു നാമമാത്രമായിട്ട് കുമ്പസാരിക്കാൻ വരുന്നവരോട്, ഇപ്പൊ നമ്മൾ എന്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ അവർക്കൊരു പ്രബോധനം ആദ്യമേ നമ്മൾ കൊടുക്കുമല്ലോ. പാപത്തിന്റെ ചുരുളുകൾ ഒന്ന് അഴിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പ്രബോധനം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റു പറയാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലരെന്നല്ല, ഒരു ഭൂരിഭാഗമൊക്കെ ഈ നാമമാത്രമായിട്ട് കുമ്പസാരിക്കാൻ വരുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ അധികം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പാപമൊന്നും വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ പണ്ടങ്ങാണ്ട് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ള കൃപയുടെ പോകും. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1 യോഹന്നാൻ 1-ാം അധ്യായം 10-ാം വാക്യം നിങ്ങളത് സൂക്ഷിച്ചു വായിക്കണം. നമ്മൾ കർത്താവിനെ കള്ളനാക്കരുത്. നമ്മളൊരു പാപം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നാം അവനെ അസത്യവാദിയാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:10. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ എന്ന് പറഞ്ഞ ആരെ? കർത്താവിനെ എന്താക്കുന്നു? അസത്യവാദിയാക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളനാക്കുന്നു. അതായത് നമ്മൾ പറയുകയാണ് അങ്ങനെ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ക്രിയകൾ ചെയ്തിട്ട് ഒരു വലിയ ഭീകരമായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്നതെല്ലാം നമ്മൾക്ക് തിന്മയായി കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പാപം നമ്മളെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുന്നു അല്ലെ. പാപം വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ തോൽപ്പിക്കണം. അപ്പൊ അനുദപിക്കാനുള്ള അവസരമുള്ളപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളുണ്ടല്ലോ അല്ലെ. അപ്രേമിന് ഭൂഷാതന് അനുതാപ അവസരം ഇത് തന്നെ, കാലവിളംബം കൂടാതെ നീതി നിഹീനത നിശേഷം നിഖിലേറ്റും ഒരുപോൽ വെടിയട്ടെ, പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ സ്തോത്രം എന്ന് വ്യാഴാഴ്ച പ്രഭാവത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അനുതാപ അവസരം ഇത് തന്നെ, കാലവിളംബം കൂടാതെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ അനുതാപത്തോടുകൂടിയുള്ള ഒരു ജീവിതം പരിശുദ്ധ മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഒരു അനുതാപത്തിന്റെ ഒരു ആ മുദ്രയ്ക്കകത്ത് അത് കിടപ്പുണ്ട്. അത് നമ്മൾ എടുത്തുപയോഗിക്കണം. സൗജന്യമായി കിട്ടിയിരിക്കുന്നത് പോയി എടുക്കണം. അത്രയും വരെ ദൈവം തന്നിട്ടുണ്ട്. കാൽവറിയിൽ അവൻ മരത്തിന്മേൽ തൂങ്ങി, ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നവരെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവനെ വിലയ്ക്ക് വാങ്ങി നമുക്ക് സൗജന്യമായി രക്ഷ തന്നിരിക്കുന്ന ആ രക്ഷയിൽ ഈ അനുതാപവും എല്ലാം കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പോയെടുക്കണം. ഇത് നമ്മൾ പോയെടുക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഉപേക്ഷയായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഈ പരിശുദ്ധാത്മാവ് എന്ന മുദ്രയിൽ ഈ അനുതാപം എന്ന നൽവരത്തോടുകൂടി നമ്മൾ തന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കണം. ഇനി തെറ്റ് ചെയ്താൽ ദൈവം പുറകെ വരും. നമ്മള് അങ്ങനെയാണ്. 100 ആടുകൾ, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി, 99 വിട്ടേച്ച് പുറകെ പോയി. നഷ്ടപ്പെട്ടത് പോയതിനെ തിരിച്ചു കൊണ്ടുവരിക. പഴയ നിയമത്തിൽ ആ പരിപാടിയില്ല, പുറകെ പോകുന്ന പരിപാടിയില്ല. നീ പരിഹാരം കാണണം. ഇവിടെ ആരാ പരിഹാരം കണ്ടിരിക്കുന്നത്? പുതിയ നിയമത്തിലെ ആത്മാവിന്റെ അച്ചാരത്തിലെ ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇതാണ്. 2 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ആത്മാവിന്റെ മുദ്ര അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. ആ മുദ്രയിൽ എന്തുണ്ട്? അനുതാപം എന്ന നൽവരം കിടപ്പുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും അനുദപിക്കേണ്ടതായിട്ടുണ്ട്. അനുദപിക്കുമെന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ
നമ്മൾ സമയം ചെലവഴിച്ച് രാവും പകലും ധ്യാനിച്ചു. യോശുവ 1:8 പറയുന്നത് പോലെ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നീങ്ങി പോയിരുന്നതിൽ എഴുതിയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതായത് അനുദപിച്ചുകൊണ്ടേയിരിക്കണം. വചനത്തിൽ ധ്യാനിച്ച് അനുതാപപൂർണമായ ഒരു ജീവിതം, അത് ആത്മാവിന്റെ മുദ്ര അവിടെ കിടക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിഹാരം നമ്മളല്ല ഉണ്ടാക്കുന്നത്. പരിഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അനുദപിച്ചാൽ മാത്രം മതി. പരിഹാരം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവൻ അത് ചെയ്തിട്ടുണ്ട്. ആര്? നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് കർത്താവായ യേശുക്രിസ്തു സർവ്വത്തിനും പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ ഇങ്ങനെ മലന്ന് തൂങ്ങിക്കിടക്കുന്നു. എപ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ. വെളിപാട് 5-ാം അധ്യായത്തിലുണ്ടാ കാര്യം. നിങ്ങൾ 5-ാം അധ്യായം 6-ാം വാക്യം മറ്റുമാണ് വായിച്ചാൽ നോക്കിയാൽ മതി. അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ പോലെ സിംഹാസനത്തിന് മുമ്പാകെ കർത്താവായ യേശുക്രിസ്തു ഇപ്പോഴും നിൽക്കുന്നതായി. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി ഹൃദയവേദന എന്ന് പറയുന്ന നോവെടുത്തുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൽ നമ്മളെല്ലാം നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വളരെ ചുരുക്കുകയാണ്. ഈ അനുതാപത്തിന്റെ ഗീതം ആദ്യം പാടിയപ്പോഴാണ് ഈ അനുതാപത്തെ പറ്റി പറയുവാൻ എനിക്കൊരു ബോധ്യം കിട്ടിയത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ മോശയോട് ചേർന്ന ന്യായപ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന അനുതാപം പോലെയല്ല പരിഹാരം. നമ്മളൊന്നും ചെയ്യേണ്ട. കർത്താവായ യേശുക്രിസ്തു പരിഹാരനായിട്ട് അവിടെ കിടപ്പുണ്ട്. അവനെ സ്നേഹിച്ചാൽ മാത്രം മതി. വേറൊന്നും ചെയ്യാൻ നമുക്കില്ല. പക്ഷെ അവനെ സ്നേഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടൊരു സ്നേഹം, ക്രിസ്തുവിനോട് ഒരു സ്നേഹം അങ്ങോട്ട് വരുമ്പോൾ അവൻ എല്ലാ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിനെല്ലാം ഉത്തേജിപ്പിച്ച് വീണ്ടും നമ്മളെ നവീകരിച്ച് വീണ്ടും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടേയിരിക്കും. വെള്ളത്താലിന് സ്നാനം ഏറ്റു. ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിനം പ്രതി നവീകരിക്കപ്പെടേണ്ടതാണ്. അല്ലെ? തീത്തോസ് 3:4 കാര്യം അല്ലെ? പുനർജന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെയാണ്. അപ്പോൾ ഈ റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതെല്ലാ വർഷവും പെന്തക്കോസ്തിക്ക് മാത്രം നടന്നാൽ പോരാ. അത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പരിശുദ്ധാത്മാവിൽ നമ്മളെ നവീകരിച്ചുകൊണ്ടിരുന്നാൽ ദൈവമക്കളെ എന്തൊരു ആനന്ദപ്രദമായ ജീവിതം. എല്ലാ കാര്യവും ഏറ്റവും കർത്താവ് ഏറ്റെടുത്ത് നടക്കുകയും പരിശുദ്ധാത്മാവിൽ നമുക്ക് ഓരോ ദിവസവും അവൻ വഴി നടത്തുന്നതിലുള്ള ആനന്ദം ലഭിച്ച് ഒന്നിനും കുറവില്ലാതെ നമ്മളെ വഴി നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തോടുകൂടി ഈ ക്രിസ്ത്യന്മാരുടെ ഈ നോമ്പിൽ അനുതാപപൂർണമായ ഒരു ജീവിതം, ഓർത്തഡോക്സി വേ ഓഫ് ലൈഫ്, an organic sensation with Lord Jesus Christ is orthodoxy, and under that it comes an organization, but somehow or other people have misunderstood in a way that Orthodox Church is something, an organization only for which they are all after all those slogans and such affairs. അതല്ല, അത് വേണ്ടെന്നുള്ളതല്ല. അത് ഏതിന്റെ കീഴിലേ വരാവൂ? ഓർഗാനിക് സെൻസേഷൻ അല്ലെ? അതായത് കർത്താവിനോടുള്ള അടുപ്പം. ശമരിയാസ്ത്രീ പറഞ്ഞ പോലെ കർത്താവിനോട് പറയാണ്, നിനക്കറിയാമോ ഈ കിണർ യാക്കോബ് കുഴിച്ചതാണോ? ആരോടാ പറയുന്നേ? കർത്താവിനോട്. നമ്മളിങ്ങനെ യാക്കോബ് കുഴിച്ച കിണറിനൊക്കെ അഭിമാനം കൊള്ളുമ്പോൾ ജീവന്റെ ഉറവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്. ദൈവം നാം മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. നിശ്ചയമായിട്ടും വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിതിനെ കേൾക്കുന്നവർക്ക് ശ്രദ്ധയോടിരിക്കാൻ തോന്നുന്ന ഒരാശയവും ആ ആശയത്തെ നമ്മുടെ ശ്രദ്ധ പതറാതെ കൂടുതൽ ഉൾക്കൊള്ളത്തക്കവണ്ണം മനസ്സിനെ ഇങ്ങനെ പിടിച്ചിരുത്താൻ സാധാരണമായ ഒരു തലത്തിൽ അച്ഛനത് പ്രകടിപ്പിച്ചതും തീർച്ചയായിട്ടും ആ അച്ഛന്റെ ആ പ്രസംഗത്തിന്റെ ആ ശൈലിയിൽ തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് കേൾക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അച്ഛന്റെ പ്രസംഗത്തെ ഇങ്ങനെ ഇതൊരു ഇവാലുവേഷൻ ഒന്നുമല്ല എങ്കിലും ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരു വിശാലമായ ഒരു കടലിനെ ഇങ്ങനെ കുറുക്കി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തീർത്ഥമായി രൂപപ്പെട്ടു തന്നതുപോലെയാണ്. കാരണം എല്ലാ വിഷയങ്ങളും അതിനകത്തുണ്ട്. ക്രിസ്തു, മോശ, പഴയ നിയമ ബലി, ന്യായപ്രമാണം, മാമോദീസ, പരിശേദന, അനുതാപം, ഏതെല്ലാം ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട വേദോത്സവത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് എല്ലാം അച്ഛന്റെ ഒരു ഇന്നത്തെ പ്രസംഗത്തിൽ വന്നു. പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കുറുക്കി അനുതാപബോധം എന്നുള്ള ഒരു തലങ്ങളിലേക്ക്, അനുതാപം ഉണർത്തുന്ന ശുദ്ധിയുടെ സാധ്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു തലം
ആ ഒരു ഇതിലേക്ക് അച്ഛൻ നമ്മുടെ ചിന്തകളെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശയം ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഈ മനുഷ്യന്റെ അന്വേഷണവും ദൈവത്തിന്റെ അന്വേഷണവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റിയില്ലേ. പഴയ നിയമത്തിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ച് കടന്നു വരുന്ന കാണാതെ പോയ ആടും. അതുപോലെ തന്നെ പഴയ നിയമത്തില് അതിനിങ്ങനെ പറഞ്ഞല്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ മനുഷ്യന്റെ വിധികർത്താവായി പ്രവർത്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത് നിന്റെ ഒരു ചെകിട് തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ തല്ലുന്നവന്റെ വിധികർത്താവ് ഞാനാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം എല്ലാ തരത്തിലും ആ ഒരു വ്യത്യസ്തത വളരെ കൃത്യമായി നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചിലത് പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇടയാവുകയും ചെയ്തു.